അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ഞാനൊരു അനുഭവം പറയാം. ഒരു സ്ത്രീ തനിക്ക് ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളുള്ള ഒരു കുടുംബമാണ്. എനിക്കറിയാവുന്ന ഒരു കുടുംബം. അവര് ഈ മൂത്തവൻ ആൺകുട്ടിയാണ്. ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ കല്യാണപ്രായമായ ആകാൻ വരുന്നേ ഉള്ളൂ. ഈ മൂത്തവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ശരാശരി ഒരു സാധാരണ കുടുംബമായതുകൊണ്ട് തന്നെ സ്ത്രീധനം ചോദിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു 37 പവനും 2 ലക്ഷം രൂപയും അവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ആ ഒരു 37 പവനും 2 ലക്ഷം രൂപയുമായിട്ട് വീട്ടിലേക്ക് കയറി വന്ന ഈ പെൺകുട്ടി ഉമ്മുസൽമ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവളുടെ വീട്ടിലും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ട്. 2 കൂട്ടരും അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിച്ചു. പള്ളിയിലൊക്കെ പോയി നോക്കി, കുഴപ്പമൊന്നുമില്ല. പെണ്ണിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ്. ചെക്കനെ കുറിച്ചിട്ടും കുഴപ്പമില്ല. നാട്ടിൽ നല്ലൊരു പണിയൊക്കെ ഉണ്ട്. അങ്ങനെ അന്വേഷിച്ച് കല്യാണമൊക്കെ കഴിച്ചു വന്നതിന് ശേഷം ഇവൻക്കൊരു ബൈക്ക് എടുക്കണം. അപ്പോൾ ഇവൻ ആ 2 ലക്ഷം രൂപ കൊണ്ട് ഇവൻ്റെ വീടും കാര്യങ്ങളൊക്കെ നേരെയാക്കി, ഒരു നല്ല ബാത്റൂം ഉണ്ടാക്കി, റൂമൊന്ന് വലുതാക്കി. ഇങ്ങനെ ഈ കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പാടുന്ന സാധാരണക്കാരുണ്ട്. ഞാൻ ആ സാധാരണക്കാരെ കുറിച്ചാണ് പറയണേ. ഈ ഒരു പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം തന്നെയാണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കണേ, എല്ലാ അമ്മായിമ്മയും ആഗ്രഹിക്കണേ, ഈ കെട്ടണോനും ആഗ്രഹിക്കണം. അങ്ങനെ തന്നെയാണ്. പക്ഷേ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരോട് ഇങ്ങനെ പറഞ്ഞു, എടാ എൻ്റെ വൈഫിൻ്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടല്ലോ, നമുക്ക് ആ സ്വർണ്ണം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങാം, ഈ അവളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം വാങ്ങുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മൂപ്പിച്ചു കൊടുക്കാൻ ആൾക്കാർ ഇമ്മണി ഉണ്ടാവും. അങ്ങനെ ഇവൻക്ക് അറിഞ്ഞുകൂടാത്ത ബിസിനസ്സിലൊക്കെ ഇവൻ ചെന്ന് ചാടിയിട്ട് പരമാവധി ഇവൻ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് വിറ്റ് തൊലച്ച്, അങ്ങനെ തന്നെ പറയാം, വിറ്റ് കളഞ്ഞ്. അവിടെ മുതലാണ് ഈ പെണ്ണിന്റെ സ്വഭാവം മാറാൻ തുടങ്ങിയത്. ഈ പെണ്ണിന് ഭയങ്കരമായിട്ട് വിഷമാണ്. കാരണം ഏറെ വിഷമം വരാൻ കാരണം വീട്ടിൽ എന്തോ ഒരു ലോണിന്റെ കാര്യം ശരിയാക്കാൻ വേണ്ടി ആ സാധനം സ്വർണം ഇനി ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട് ലേലം വിളിച്ചു പോകും. ആ സമയത്ത് ഇവളുടെ കുറച്ച് സ്വർണം വേറൊന്ന് പണയം വെച്ചിട്ട് അതിന്റെ കാശ് എടുത്തിട്ട് ഈ സ്വർണ്ണം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഈ ചങ്ങായി സമ്മതിച്ചിരുന്നില്ല. ഈ ഭർത്താവ് പറഞ്ഞ്, അനക്ക് തന്ന സ്വർണ്ണം എന്നോട് ചോദിക്കാതെ എടുക്കരുതെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളുടെ എല്ലാ സ്വർണ്ണവും ഇവർ നശിപ്പിച്ചപ്പോൾ ഈ പെണ്ണിന്റെ ഉള്ളിൽ ഭർത്താവിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കുറഞ്ഞ്. നമ്മളെ കയ്യിലിരിപ്പാണ് പലപ്പോഴും ഈ റെസ്പെക്റ്റ് പോവുക. ഭർത്താവിനോട് എന്തുണ്ടെങ്കിലും ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ അമ്മായിമ്മയുടെ എന്തുണ്ടെങ്കിലും അമ്മായിമ്മയുടെ മെക്കെട്ടേറാനൊക്കെ ഇവൾക്ക് ധൈര്യം കിട്ടിയത് ഈ 37 പവനിൽ നല്ലൊരു പങ്കും നശിപ്പിച്ചു എന്നുള്ളത്. ഒടുവിൽ കിട്ടിയ മഹർ പോലും ഇയാൾ പണയം വെക്കുന്ന രീതിയിലേക്കായി. അപ്പൊ ഇവളുടെ വീട്ടുകാർ പറഞ്ഞത്, പൊന്നുമോൾ എനിക്ക് 37 പവൻ തന്നതല്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തൊരു സ്ഥലം വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് അഭിമാനിക്കാം ആ സ്ഥലം ഉണ്ട് എന്നുള്ളത്. ഇവൾ ഇതിനെ ചൊല്ലി വഴക്കാവുമ്പോഴൊക്കെ ഇയാൾ ചെയ്യുന്ന വെച്ചാൽ നല്ല പടപടക്കും. 1ഉം 2ഉം തവണ അടിക്കുമ്പോഴൊക്കെ ഇവൾ കരഞ്ഞപ്പോ പിന്നെ ഇവൾക്ക് മനസ്സിലായി ഈ അടി എന്ന് പറയുന്നത് എന്നും കൊള്ളാനുള്ളതൊന്നും അല്ല, തിരിച്ചു അടിക്കുക. ഇവൾ ഒരു ദിവസം സഹിക്കിട്ടിട്ട് ഭർത്താവിന്റെ മോന്തക്കിട്ട് ഒന്നങ്ങോട്ട് കൊടുത്ത് അയാളുടെ സങ്കല്പത്തിൽ നിന്ന് ഭാര്യ എന്നൊരു പദവി അങ്ങോട്ട് പോയി. കാരണം മിക്ക ആണുങ്ങളുടെ ഒരു ധൈര്യം എന്താണെന്നറിയോ, ഇങ്ങോട്ട് കിട്ടൂല എന്നുള്ള ധൈര്യത്തിലാണ് അങ്ങോട്ട് ഇപ്പൊ ഇടക്കണത്, അങ്ങോട്ട് ഈ പറയണത്. ഇത് തിരിച്ചിങ്ങോട്ട് ആ മാക്സിമം അടക്കി കുത്തി എന്നും പറഞ്ഞിട്ടുണ്ട് 2 അങ്ങോട്ട് കൊടുത്താൽ സഹികെട്ടിട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഓനക്കൊരു പേടി ഉണ്ടാവും. ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഉമ്മുസൽമയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ വീട്ടില് പേടിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോലെന്നല്ല, ഫൈറ്റ് ചെയ്ത് നിൽക്കുക, ഇന്റെ സ്വർണ്ണം എനിക്ക് കിട്ടണം. അവരമ്മായിമ്മയോടും പ്രശ്നങ്ങളായി, അമ്മായിമ്മയോട് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ഇവരുടെ ഒരു ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് ഈ പെൺകുട്ടി അനുഭവിക്കാത്തതായി. നമുക്കിപ്പോൾ ഇതിൽ ആരെ കുറ്റം പറയാ? ഈ പെൺകുട്ടി സ്വന്തം അമ്മായിമ്മയോട് വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ ഇട്ട് വലിച്ചെറിഞ്ഞൊടുവിൽ അമ്മായിമ്മയുടെ മുഖത്തടിച്ചു. ആ അമ്മായിമ്മയുടെ മുഖത്തടിക്കണത് പെങ്ങള് വീഡിയോ എടുത്ത്, ആ വീഡിയോ എടുത്തിട്ട് കുടുംബക്കാരെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട്. സംഗതി അമ്മായിമ്മേനാണ് അടിച്ചുള്ളത്, ഒരു ഉമ്മാടെ സ്ഥാനത്താണ്. പള്ളി കമ്മിറ്റിയിൽ പ്രശ്നമായി. പള്ളി കമ്മിറ്റിയിൽ പ്രശ്നമായിട്ട് പറഞ്ഞ് എന്തുണ്ടെങ്കിലും മോൾ ഉമ്മാനടിക്കരുതായിരുന്നു. ഈ പെൺകുട്ടി ഒരു കാര്യം ചോദിച്ചു, ഞാൻ ഉമ്മാനടിച്ചത് തെറ്റാണ്, ഉമ്മ ഇനിയും അടിച്ചിക്കണം പലപ്പോഴും, അതൊരു മോളെന്ന നിലയ്ക്ക് ഞാൻ ക്ഷമിക്കാം. എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും തന്ന 37 പവൻ സ്വർണ്ണവള, അതിന് തീരുമാനമാക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള ഇവള്. ജീവിതത്തിൽ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞ് പെണ്ണുങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്, പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ സംസാരിക്കേണ്ടത്. ഈ പെൺകുട്ടിയുടെ വാപ്പയും അവിടെ പ്രസന്നമാണ്. വാപ്പ ഒന്നും മിണ്ടണില്ല. ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ വാപ്പ മിണ്ടാണ്ടായത് നിസ്സഹായതയാണ്. നിങ്ങൾ കുറെ പള്ളി കമ്മിറ്റിക്കാർ, കുറെ ആഭിജാത്യമുള്ളവർ, നിങ്ങളൊക്കെ ഭയങ്കര സമ്പന്നരും നാട്ടിൽ എന്തിനും കഴിവുള്ളവരുമാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ വിഷയത്തിൽ ഒരു പെണ്ണിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനു പള്ളി കമ്മിറ്റിയിൽ ഇരിക്കണം എന്നല്ല. ഈ പെണ്ണ് കിടന്ന് വിരകാണ്. ആ വിരകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാന്ന് വെച്ചാൽ ഞാൻ പറയും ആ ഭർത്താവാണെന്നുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെയൊക്കെ നിത്യ ലൈഫിൽ സാധാരണ സംഭവിക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേ ആ ഒരു ഹക്കീം എന്ന് പേരുള്ള ആ ഒരു ഭർത്താവ്, ഈ കല്യാണം, ഈ ഉമ്മുസൽമയെ കല്യാണം കഴിച്ചത് ഉമ്മുസൽമയുടെ സ്വർണം മുഴുവനും കണ്ടിട്ടാണോ എനിക്കറിയില്ല. പക്ഷെ അയാളുടെ ലൈഫിൽ അറിഞ്ഞുകൂടാത്ത ബിസിനസ്സിൽ ചെന്ന് ചാടി അവളുടെ സ്വർണത്തിന് ഒരു തീരുമാനം ഒന്നുമാക്കാതെ മുഴുവനും എടുത്തിട്ട് നശിപ്പിച്ചെങ്കിൽ
ആ പെൺകുട്ടി ഈ രീതിയിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം സ്വന്തം അമ്മായിമ്മയുടെ മുഖത്തടിക്കുന്ന രീതിയിലേക്ക് പറയും, തെറി പറയുന്നതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ്? ആ നാണം കെട്ട ഭർത്താവിനല്ലേ? ആ ഉമ്മയെ അടികൊള്ളിപ്പിച്ചവൻ അവനാണെന്ന് ഞാൻ പറയും. ഒരു കാര്യം മാത്രം പള്ളി കമ്മിറ്റിയിൽ പറഞ്ഞു, ഉമ്മാനെ അടിച്ചതിന് മാപ്പ് പറയണം. ഇവളങ്ങോട്ട് എണ്ണി എണ്ണി പറയാൻ തുടങ്ങി, എന്നെ ഒരുപാട് തവണ എൻ്റെ ഭർത്താവ് അടിച്ചിട്ടുണ്ട്, അതിനാര് മാപ്പ് പറയും? അപ്പൊ പിന്നെ പള്ളി കമ്മിറ്റി പറഞ്ഞു, അതിപ്പോ ഒരു ഭർത്താവുമ്പോൾ പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് അടിച്ചാലൊന്നും ഒരു പ്രശ്നമുള്ളതല്ലാന്ന്. ആ സ്വർണത്തിന് പകരം അവൾക്ക് വല്ല ഭൂമി അവളുടെ പേരിൽ എഴുതി കൊടുക്കണം എന്നുള്ള, അവളുടെ പേരിൽ ഭൂമി എഴുതി കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനപ്രകാരം ഇവർക്ക് അതിന് ഇവിടുന്ന് ഭൂമിയുള്ളത്, ഇവർക്ക് ആകുള്ളത് ഇവരുടെ ഈ ഒരു 10 സെന്റ് സ്ഥലവും ആ 10 സെന്റ് സ്ഥലത്തെ വീടുമാണ്. അതിലിനി 3 പെൺകുട്ടികളെ കെട്ടിക്കാനുണ്ട്. അപ്പൊ ഒറ്റ കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരാളുടെ ലൈഫ് കൊണ്ടേ കളയരുത്. ഈ വിവാഹം കഴിക്കുമ്പോൾ ഒരു പെണ്ണിന് ഇപ്പൊ ഞാനെന്നൊരു ഭർത്താവ് ഒരു പ്രശ്നം വരുമ്പോൾ അത് ചെന്ന് പറയാനും എനിക്കൊരു സൊല്യൂഷൻ കിട്ടാനും എനിക്കൊരു സംരക്ഷണം കിട്ടാനും സന്തോഷം പങ്കിടാനും ആയിരിക്കണം എൻ്റെ വൈഫ്. വൈഫിന് ഒരു പ്രോബ്ലം ആണെങ്കിൽ പിന്നെ ഞാൻ എവിടെ പോയിട്ടാ വിളിക്കുക? വൈഫേക്കൊരു പ്രോബ്ലം ആണ്. ഇതേപോലെ വൈഫിനും തോന്നുകയാണ്, വൈഫിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു സമാധാനവും മനസമാധാനവും സന്തോഷവും സപ്പോർട്ടിങ്ങും കെയറിങ്ങും ഒക്കെ കിട്ടേണ്ട ഒരാളാണ് ഞാൻ. പകരം എൻ്റെ വൈഫിന് ഞാൻ തന്നെ ഒരു പ്രോബ്ലമാണ്. സ്വന്തം ഭർത്താക്കന്മാരെ ഭയന്നിട്ട് സ്വന്തം കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഒരു ബഹുമാനം കൊണ്ടുണ്ടാകുന്ന ഒരു ഭയമുണ്ട്. ആ ഭയം നല്ലതാ, പരസ്പരം. പക്ഷേ സ്വന്തം ഭർത്താവ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നറിയാതെ, എങ്ങനെ പ്രതികരിക്കുന്നറിയാതെ ഒട്ടും സന്തോഷമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. അത്തരം ഒരു ഭാര്യ ആവാതിരിക്കുക. ഈ 2024 തുടങ്ങാൻ പോവാണ്. നാളെ മുതൽ ഒരു പ്രതിജ്ഞ നമ്മൾ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന അമ്മായിമ്മമാരാണെങ്കിൽ ഒരിക്കൽ പോലും എൻ്റെ മരുമകളെ ഞാൻ വേദനിപ്പിക്കില്ല, എൻ്റെ മകളെ പോലെ സ്നേഹിക്കൂ എന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ പറ. അവളെൻ്റെ മകളാണ്, ഞാൻ അവളിപ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ് എൻ്റെ വീഡിയോ കാണുന്നതിൽ മഹാഭൂരിഭാഗവും അമ്മായിമ്മമാരുടെ റോളിൽ നിൽക്കുന്ന ആ ലെവലിലുള്ള കുറേ ഉമ്മമാരുണ്ട്, മരുമകളാകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ സ്വയം ഒരു പ്രതിജ്ഞ എടുക്കാം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയെങ്കിലും ഞാൻ എൻ്റെ മകളെ പോയി അവളൊന്ന് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ മുടക്കില്ല. ഇതേ ഉമ്മ അവരുടെ മകള് അവരുടെ വീട്ടിൽ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മരുമകളെ പറഞ്ഞേക്കാൻ എന്തിനാണ് മടി കാണിക്കുന്നത്? നിങ്ങൾ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ കൂടി മകളെ ഇവിടെ വിളിച്ചിരുത്തിയിട്ടാണെങ്കിലും മരുമകളെ ഒന്ന് വീട്ടിലേക്ക് ഒരു സ്കൂൾ അവധി വരുമ്പോൾ, ഒരു ക്രിസ്മസ് അവധി വരുമ്പോൾ, അവധിക്കാലത്തും അല്ലാത്തപ്പോഴും അവർക്ക് ഇടക്കിടക്ക് വീട്ടിൽ പോകാനൊരു ചോയ്സ് ഉണ്ടാക്കി കൊടുക്കുക. ചില വീടുകളിലൊക്കെ ഭർത്താവിനോട് പോട്ടെ എന്ന് ചോദിച്ചാലും ഉമ്മ സമ്മതിച്ചില്ലെങ്കിൽ വിടാത്തവരുണ്ട്. ആ അനുഭവം ഉള്ളവരുണ്ടോ? ഭർത്താവിനോട് ഞാൻ വീട്ടിൽ കോട്ടെ, എന്നാൽ ഉമ്മാട് ചോദിച്ചിട്ട് പോയിക്കോട്ടെ, ഉമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, നാണല്ലേ ഓനക്കൊന്നും. ഉമ്മാട് സമ്മതം ചെയ്ക്ക് ഉമ്മാനോട് പറയണം. ആ പെണ്ണിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ആ ഭർത്താവ് എന്ന ആണിനായിരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഇക്ക് പ്രശ്നം എനിക്ക് ഉമ്മാട് ചോദിച്ചാളെ എന്തിന് ഉമ്മാട് ചോദിക്കണ്? ഇനിയിപ്പോൾ അതിനിങ്ങോട്ട് മെക്കിട്ട് ഉമ്മാനെ ഇതാക്കിയ ആളാണ് ഞാനെന്നാൽ ഒരു ഉമ്മാനെ ആക്കിയ ആളുമല്ല. അവനവന്റെ ലൈഫിൽ ഉത്തരവാദിത്തോടു കൂടി കൊണ്ടെടുക്കാൻ കഴിയും. പിന്നെ ഈ പെണ്ണിട്ടാൻ നിൽക്കരുത്. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഈ മരുമക്കളോടാണ് ഞാൻ അടങ്ങുന്ന, എൻ്റെ ഭാര്യ അടങ്ങുന്ന മരുമക്കളോട്. സ്വന്തം ഉമ്മമാരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നവരെങ്കിൽ, അമ്മായിമാരുടെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ നന്നായിട്ട് പരിഗണിക്കുക. അവരുടെ ലൈഫിൽ നല്ലൊരു ഭാഗം അവർ പല പ്രതിസന്ധികളിലൂടെയും പല വിഷമങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന പഴയ സ്ത്രീത്വത്തിന്റെ ബാക്കിയാണവർ. അവരുടെ ഭർത്താക്കന്മാരിന് കുറെ പീഡനങ്ങൾ ഏറ്റവരായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൈകൾ കൊണ്ടൊരു മകളുടെ സ്നേഹം നിങ്ങൾ കൊടുക്കുക. അവരുടെ ചീത്ത പറച്ചിലൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. അത് അവരുടെ പ്രായത്തിൻ്റെതാണ്, അനുഭവത്തിൻ്റെതാണ്, വിദ്യാഭ്യാസമില്ലായ്മയാണെന്ന് കരുതി നിങ്ങൾ ഒരു ക്ഷമിക്കുക. എത്ര ഇങ്ങോട്ട് പറയുമ്പോഴും സ്നേഹത്തോടു കൂടി അങ്ങോട്ട് പെരുമാറാൻ ശീലിക്കുക. താഴ്ന്നൊന്നും കൊടുക്കണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ഭർത്താക്കന്മാരോടാണ്. ഉമ്മയെയും ഭാര്യയെയും ഒക്കെ സ്നേഹിക്കാനും പരിഗണിക്കാനും പരിചരിക്കാനും ശ്രമിക്കുക. ഒന്നിനെ തള്ളിയിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കേണ്ട. ഉമ്മ മതി ഭാര്യ വേണ്ട, ഭാര്യ മതി ഉമ്മ വേണ്ട, ഈ രീതിയിലേക്കല്ല. ഉമ്മയെ ഉമ്മയായിട്ടും ഭാര്യയെ ഭാര്യയായിട്ടും കാണാൻ ശ്രമിക്കുക. 2024 നമ്മുടെ വിസാൽ മീഡിയയുടെ കാണുന്ന കുടുംബത്തിൽ പരമാവധി പ്രശ്നങ്ങളില്ലാത്തൊരു കുടുംബമായിട്ട് മാറണം. എനിക്ക് അങ്ങനെ ഒരു വിഷൻ എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു വിസാൽ മീഡിയ എന്ന് പറയുന്ന ചാനല് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതുകൊണ്ട് നമുക്കെന്താണ് നമ്മുടെ മൈൻഡിൽ മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിലുള്ള മാറ്റം, നല്ല അമ്മായിമ്മയാവാൻ, നല്ല മരുമകളാവാൻ, നല്ല ഭർത്താവാൻ, നല്ല മക്കളാവാൻ നമുക്ക് കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഈ ഒരു സന്തോഷകരമായ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ ഈ വീഡിയോ കൊണ്ട് മാറ്റം ഉണ്ടാകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. 2024 നമുക്ക് നല്ലൊരു പ്രതിജ്ഞ എടുക്കുക, ഞാൻ ഇനി നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഈ അനുഭവം പറഞ്ഞത്, ഇതുപോലെയുള്ള ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ ആരാണ് തെറ്റുകാർ, ആരാണ് അന്യായം എന്നൊക്കെ ചോദിച്ചാൽ, ശരിയെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല.
ആ പെണ്ണിന്റെ ലൈഫ് കുളവാക്കി. കൊടുക്കാൻ അവർക്ക് ഭൂമിയില്ല, എന്താ ചെയ്യുക? സഹിക്കുകയോ? ഡിവോഴ്സ് ആയി പോയാൽ നഷ്ടപരിഹാരം 37 പവൻ അവർക്ക് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ ലൈഫ് കൊണ്ടേ നശിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ അനുഭവം ഞാൻ പറഞ്ഞത് ക്ലൈമാക്സ് പറയാൻ, ഈ ലൈഫ് അവസാനിച്ചിട്ടില്ലല്ലോ, അവരെ ലൈഫ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അനുഭവം ഞാൻ പറയേണ്ടി വന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞൊരു വീഡിയോക്ക് ചോദ്യം ചോദിച്ചിരുന്നു, ഭീമാപള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പറയുന്നൊരു ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരണം രണ്ടാമത് നടന്നിരുന്നു. അന്ന് എത്ര കോപ്പികളാണ് ഖുർആൻ എഴുതി വെച്ചത് എന്നതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.